ഇപ്പം ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ് നിൽക്കുന്നത്. തമിഴ്നാട്ടിലെ ഹൊസൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഹൊസൂർ എന്ന് പറയുമ്പോൾ തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും അതിർത്തിയായിട്ടുള്ളൊരു സ്ഥലത്തിനടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ് ഹൊസൂർ. അപ്പോൾ ഈ ഹൊസൂരിൽ നിന്നൊരു 40 കിലോമീറ്ററേ ഉള്ളൂ ബാംഗ്ലൂരേക്കുള്ള ദൂരം. അങ്ങനെ ഞാൻ ഇന്നലെ ബാംഗ്ലൂരൊക്കെ ഒന്ന് കറങ്ങിയിട്ടാണ് ഇവിടെ ഹൊസൂർ വന്ന് സ്റ്റേ ചെയ്തത്. ഇവിടെ സ്റ്റേ ചെയ്ത റൂമിന് ചാർജ് 500 രൂപയായിരുന്നു. കുഴപ്പമില്ലാത്ത റൂമായിരുന്നു, പക്ഷേ അത്ര നീറ്റായിട്ടുള്ള റൂമല്ല, എന്നാലും കുഴപ്പമില്ല. ഇന്നലെ ഞാൻ വേറൊരു സ്ഥലത്ത്, അതായത് ബാംഗ്ലൂർ ഒരു സ്ഥലത്ത് തങ്ങിയായിരുന്നു. ശിവാജി നഗറിൽ തങ്ങിയപ്പോൾ 500 രൂപയ്ക്ക് നല്ല റൂം കിട്ടിയായിരുന്നു. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര നല്ല റൂമാണെന്ന് പറയാൻ വേണ്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നിരിക്കുവാണ്. ഇനി ഇവിടെ നിന്ന് അടുത്തായിട്ട് ഒരു അമ്പലമുണ്ട്, ഒരു മലൈക്കോവിലുണ്ട്. ഇവിടെ നിന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ ദൂരം ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴേ. അപ്പോഴെന്തായാലും ആ ഒരു മലൈക്കോവിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇപ്പോൾ ഞാൻ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഹോസൂരിലെ തെരുവുകളിലൂടെയാണ്. ഇവിടെയൊക്കെ ആയിട്ട് കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം രാവിലെ തന്നെ ആക്റ്റീവായിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ എന്തെങ്കിലും കഴിക്കണം. കഴിച്ചതിന് ശേഷം ബാക്കി കാര്യം നമുക്ക് പ്ലാൻ ചെയ്യാം. ഇതാ കണ്ടില്ലേ, രാവിലെ തന്നെ ഫ്രൂട്ട്സ് കടകളെല്ലാം റെഡി ആയിരിക്കുവാണ്. ചെറിയ ചെറിയ തെള്ളുവണ്ടിയിൽ ഫ്രൂട്ട്സ് കച്ചവടങ്ങളെല്ലാം ആക്റ്റീവായിട്ടുണ്ട്. ഇതായിട്ടൊരു ഹോസ്പിറ്റലാണ്, ഹോസ്പിറ്റലിൻ്റെ വാതിലാണ് കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ളത്. അങ്ങനെ ഞാൻ നടന്ന് ഒരു ചെറിയൊരു ജംഗ്ഷൻ എത്തിയിരിക്കുവാണ്. ഇവിടെ ഗാന്ധിജിയുടെ ഒരു പ്രതിമയെല്ലാം കാണാം. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് പോസ്റ്റ് ഓഫീസ് എവിടെ കാണുന്നില്ലല്ലോ, ബോർഡ് മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ എവിടെയെങ്കിലും കാണും. ഇവിടെ ആയിട്ടൊരു അമ്പലം കാണാം. ഈ അമ്പലത്തിന് നേരെ അടുത്തായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട് കേട്ടോ, ഗണേഷ് ഭവൻ എന്ന് പറഞ്ഞിട്ടൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. എന്തായാലും നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങിക്കഴിക്കാം. അങ്ങനെ ഞാൻ പൂരി കഴിച്ചു. ഒരു സെറ്റ് പൂരിക്ക് 50 രൂപ. നല്ല അടിപൊളി പൂരിയായിരുന്നു കേട്ടോ. ഞാൻ ഒരു സെറ്റ് കഴിച്ചതിന് ശേഷം വീണ്ടും ഒരു സെറ്റും കൂടെ വാങ്ങി. സാധാരണ ഈ പൂരിയെല്ലാം കഴിച്ച് കൈ കഴുകിയതിന് ശേഷം ഒരു കുറ്റബോധം തോന്നുകയാണ്. ഒരുപാട് എണ്ണയൊക്കെ കഴിച്ചാൽ പണി കിട്ടുമെന്നൊക്കെ ഉള്ളൊരു അങ്ങനത്തെ ചില കുറ്റബോധങ്ങളൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പൂരിയും കഴിച്ചു. ആ ഹോട്ടലിൽ ചായ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പുറത്തൊരു ചെറിയൊരു കടയിൽ പോയി ഒരു ചായ കുടിച്ചു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ ചോദിച്ചു, ഓട്ടോ സ്റ്റാൻഡിൽ ചോദിച്ചു. ഇവിടെ നിന്നും ആ ഒരു മലൈക്കോവിൽ അമ്പലത്തിൻ്റെ അടിവാരം വരെ പോകുന്നതിന് 100 രൂപയാണ് ചാർജ്. മലയുടെ മുകളിൽ കയറുന്നതിന് 200 രൂപയും. അപ്പോഴെന്തായാലും ഇവിടെ നിന്ന് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ 2 കിലോമീറ്ററേ കാണിക്കുന്നുള്ളൂ. ഞാൻ വിചാരിക്കുന്നത് പയ്യെ ഈ ഒരു കാഴ്ചകളെല്ലാം കണ്ട് നടക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതാ വണ്ടിയിൽ വെള്ളവും അങ്ങനത്തെ കാര്യങ്ങളും, മോരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ നമ്മൾ കാഴ്ചകൾ കണ്ട് നടന്ന് വരുമ്പോൾ ഇവിടെ ആയിട്ടൊരു പള്ളിയെല്ലാം കാണാം. കണ്ടില്ലേ, ഒരു മുസ്ലിം പള്ളി. എന്തായാലും ഈ റോഡ് നേരെ നടന്നു പോകുന്നിടത്താണ് ആ ഒരു അമ്പലം ഉള്ളത്. ഇവിടെ നിന്ന് നേരെ കാണാൻ പറ്റുന്നുണ്ട് ഒരു വലിയ മലനിര. കണ്ടില്ലേ, ചെറുതായിട്ടൊരു മഞ്ഞ് മൂടിയ അന്തരീക്ഷം ആയതുകൊണ്ട് ക്ലിയറായിട്ട് കാണാൻ സാധ്യതയില്ല. ഭയങ്കരമായിട്ടുള്ളൊരു വെയിലില്ല, ഒരു ഇളം കാലാവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് പയ്യെ നടന്നു പോകുന്നതിന് വലിയ ക്ഷീണമൊന്നും തോന്നില്ല. ഇതെവിടെയായിട്ട് സ്ലാബുകളായിട്ട് നിരത്തിയിരിക്കുന്നത് പാറയാണ്. കണ്ടില്ലേ, പാറയുടെ പീസുകളാണ് സ്ലാബുകളായിട്ട് നിരത്തിയിരിക്കുന്നത്. കോൺക്രീറ്റ് സ്ലാബുകളല്ല, പാറകളാണ് കൂടുതലും. ഈ കാണുന്നതെല്ലാം പാറയാണ്. അങ്ങനെ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് അമ്പലങ്ങൾ ഒരുപാട് കാണാൻ സാധിക്കും. തമിഴ്നാട്ടിൽ പോകുമ്പോൾ അറിയാമല്ലോ, പോകുന്ന വഴിയിലെല്ലാം അമ്പലങ്ങൾ കാണും. അങ്ങനെ ഞാൻ ഫുട്പാത്തിലൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെവിടെയായിട്ട് ശർക്കരയെല്ലാം വെച്ചിട്ടുണ്ട്, പലതരം ശർക്കരകൾ. നല്ല കളർഫുള്ളായിട്ടുള്ള ശർക്കരയൊക്കെ ഉണ്ടല്ലോ. ഓറഞ്ച് ശർക്കരയുണ്ട്, പിന്നെ അല്ലാതെ നമ്മുടെ നാടൻ ശർക്കരയുണ്ട്, എല്ലാത്തരം ശർക്കരകളും ഉണ്ട്. അച്ചുബെല്ലവും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട്. നാട്ടു ശർക്കര, ഇത് ചായ ഇടാൻ നല്ലതാണ്. പോകുമ്പോൾ വാങ്ങിയിട്ട് പോകണം. ഇതെവളോ വില? കിലോ 100. ഇത് 1 കിലോ ആണ്. 1 കിലോ 100 രൂപയാണ്. ഇത് എന്നത് എന്തത്? കറുമ്പ് വെല്ലന്ത, മഹാരാഷ്ട്ര എന്ന് വന്ന ഐറ്റമാണ്. ഇത് എങ്ങനെയാ വില? 80. ഇതും എതുക്ക് യൂസ് പായസം വെക്കുന്നതൊക്കെ എല്ലാത്തിനും. കോഫി ടീ എല്ലാം ഇടാമെന്നാണ് പറയുന്നത്. നോക്കട്ടെ, നമുക്ക് തിരികെ വരുമ്പോൾ എന്തായാലും ഒരു ഇത് വാങ്ങണം. ഇവിടെ ആയിട്ടൊരു കടയുടെ ഫ്രണ്ടിൽ തൂക്കിയിരിക്കുന്നത് നോക്കേ. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബാംഗ്ലൂർ അവിടെ വെച്ച് കണ്ടായിരുന്നു. മാവിലയും വേപ്പിലയും കൂട്ടത്തോടെ ഒരു പിടിക്കെട്ട്, അതിന് 10 രൂപയാണ് വില. ആൾക്കാരെല്ലാം ഒരുപാട് വാങ്ങുന്നുണ്ടായിരുന്നു. ഇവിടെ ആയിട്ട് ഈ കടയുടെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇതാ ഇവിടെ എല്ലാം ഉണ്ടല്ലോ, എല്ലായിടത്തും ഉണ്ട്. ഇത് കടയിൽ കണ്ണ് വെക്കില്ല എന്ന് പറയും. കടയിലല്ല, വീടാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും അത് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ കണ്ണ് വെക്കില്ല എന്നാണ് വിശ്വാസം. ഷട്ടർ ഇട്ടിരിക്കുന്ന കടകളുടെ എല്ലാം ഫ്രണ്ടിൽ കണ്ടില്ലേ, എല്ലാ കടകളിലും അങ്ങനത്തെ ആ ഒരു ഇത് തൂക്കിയിട്ടിട്ടുണ്ട്. എല്ലാ കടകളിലും മാവല കൊണ്ടുവന്നു കഴിഞ്ഞാൽ കച്ചവടം നടക്കും. കായ്ക്കാത്ത മാവാണെങ്കിലും കുഴപ്പമില്ല, ഇല മതിയല്ലോ. ഇവിടുത്തെ എല്ലാം കടകളുടെ ഫ്രണ്ടിൽ തൂക്കിയിട്ടുണ്ട്.
ഇതാ അങ്ങനെ ഞാൻ വീണ്ടും കുറച്ച് ദൂരം ഫ്രണ്ടിലേക്ക് നടന്നു വന്നപ്പോൾ ദയവായിട്ട് നോക്കേ, നല്ല കളർഫുള്ളായിട്ട് മെഴുക് വെച്ച് ചെയ്തിരിക്കുവാണ്. അത് കൊള്ളാമല്ലോ. ഇതെവിടെ വേറെയും ഉണ്ട്, പൊരി വെച്ചിട്ട് ആനയൊക്കെ ചെയ്തിരിക്കുന്നത് നോക്കേ. കപ്പലണ്ടി മിഠായി എല്ലാം വേറൊരു ആകൃതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് കൊള്ളാം. അങ്ങനല്ലേ. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ചാലേ, കല്യാണം പിന്നെ അല്ലാതെ ഈ പെൺകുട്ടികളെല്ലാം വയസ്സൊക്കെ വരുന്നു എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് തമിഴ്നാട്ടിലൊക്കെ. അതിനൊക്കെ വെക്കുന്ന ഒരു രീതിയാണിത്. എന്തായാലും കൊള്ളാം. ഇതെല്ലാം മിഠായിയാണ്. ഞാൻ വിചാരിച്ചത് മെഴുകാണെന്നാണ്. പെട്ടെന്ന് കണ്ടപ്പോഴേ മെഴുക് കണക്ക് തോന്നി, മെഴുകിൽ ചെയ്തിരിക്കുന്നതെന്ന് തോന്നി. പക്ഷേ ഇത് മിഠായിയാണ്. ഇതെല്ലാം 1 കിലോ 200 രൂപയാണ്. എന്തായാലും കൊള്ളാം, ഒരു വ്യത്യസ്തമായിട്ട് തോന്നി. അതെ, ചെയ്തിരിക്കുന്നത് കണ്ടപ്പോൾ കൊള്ളാം. വലിയ വെയിലില്ലാത്തത് കാര്യമായി. അതുകൊണ്ട് നമ്മൾ ഓട്ടോ വിളിക്കാതെ നടന്നു വരുവാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ കാഴ്ചകളും കാണാൻ പറ്റി. ഓട്ടോ വിളിച്ച് വന്നായിരുന്നെങ്കിൽ ഇത് കാണാൻ പറ്റുമായിരുന്നോ? ഇല്ല. യെസ്, അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് നടന്നു വന്നപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ ആ ഒരു മിഠായികളെല്ലാം ഇവിടെയും ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇവിടെയും അതിൻ്റെ റേറ്റ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെയും ഉണ്ട് അതേപോലത്തെ പല പല ഡിസൈനിൽ ചെയ്തിരിക്കുന്ന മിഠായികൾ. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞാൻ കുറച്ചും കൂടെ മുന്നിലേക്ക് നടന്നു വന്നപ്പോൾ ഇവിടെയായിട്ട് ഹലാൽ ചിക്കൻ ആൻഡ് മട്ടൻ അങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ജംഗ്ഷൻ എത്തിയിരിക്കുവാണ്. ഒരു ഹൈവേയിലേക്ക് വന്ന് കയറിയിരിക്കുവാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം മലയുടെ മുകളിലായിട്ടൊരു അമ്പലം. ഞാൻ കാണിച്ചു തരാം. ഒന്ന് റോഡ് ക്രോസ് ചെയ്തോട്ടെ. അതിന് മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. കാലാവസ്ഥ ഇങ്ങനെ മങ്ങിക്കിടക്കുന്നത് കൊണ്ടേ ശരിക്കും ഒരു വ്യൂ കിട്ടുന്നില്ല. ഇവിടുത്തെ സ്ഥിരം കാലാവസ്ഥ ഇതാണോ എന്നും അറിയില്ല. കാര്യം ബാംഗ്ലൂരൊക്കെ ആയിട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് മഞ്ഞും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും കാണുമോയെന്ന് അറിയില്ല. എന്തായാലും ഇപ്പോഴൊരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. അതെന്തായാലും കാര്യമായി. വെയിൽ കൊള്ളാതെ നമുക്ക് നടന്നു പോകാൻ പറ്റുമല്ലോ. അങ്ങനെ നമ്മൾ ഐശ്വര്യത്തിനും കണ്ണ് വെക്കാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് മാവല തൂക്കിയിടുന്നതിനേക്കാൾ ഒരു ലുക്ക് ഇതാണല്ലേ. ലോറിയുടെ എല്ലാം ഫ്രണ്ടിൽ തൂക്കിയിടുന്നത് കണ്ടിട്ടുണ്ട്. ഇത് കാണാനൊരു പ്രത്യേക ലുക്കാണ്. അടുപ്പും കലവും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ചെറിയ ചെറിയ ദീപാവലിക്കെല്ലാം വെക്കുന്ന ടൈപ്പ് വിളക്കുകളും എല്ലാം ഉണ്ട്. ഇവിടെയായിട്ട് ഈ കാണുന്നത് ഒരു ഗവൺമെൻറ് സ്കൂളാണ്. അതിന് മുന്നിലായിട്ട് കണ്ടില്ലേ, ചരിത്ര പുരുഷന്മാരുടെ എല്ലാം പടങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കച്ചവടങ്ങളൊക്കെ കണ്ടില്ലേ, കൊട്ടാവട്ടി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കച്ചവടം ചെയ്യുന്ന അതിന് ചേർന്നൊരു വഴി അങ്ങോട്ടേക്കുണ്ട്. ആ വഴിയാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ. ഏണിയുണ്ട്, മാങ്ങ പറിക്കുന്ന തോട്ടയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കച്ചവടം ചെയ്യുന്ന ഒരു കടയാണ്. ഉള്ളിയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പാറ്റുമല്ലോ, അതിൻ്റെ പിന്നെന്താ പറയുന്ന മുറം, അങ്ങനത്തെ മുറമെല്ലാം ഉണ്ട്. വെറൈറ്റി മുറം, വലുതുണ്ട് ചെറുതുണ്ട്. ഇതാണൊക്കെ കൊച്ചുമുറം, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, രശ്മിക മന്ദാനയെല്ലാം പൂവെല്ലാം കൊണ്ടുപോകുന്നത്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. അങ്ങനത്തെ ഇവിടെ ആയിട്ടൊരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ നടന്നു പോകാനേ. കുറച്ചും കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ അമ്പലം എത്തും. ഇവിടെ ആയിട്ടൊരു വാട്ടർ ടാങ്കിൽ അമ്പലത്തിൻ്റെതായ പെയിൻറ്റിങ് അടിച്ചിട്ടുണ്ട്, ചുമപ്പും വെള്ളയും പെയിൻറ്റിങ്. അങ്ങനെ നമ്മളിങ്ങോട്ട് നടന്നു വരുമ്പോഴേ ഇവിടെയും കാണാം ചെറിയൊരു ആലിൻ്റെ ചുവട്ടിൽ ഒരു അമ്പലം എല്ലാം കാണാം. കണ്ടില്ലേ, അടച്ചിട്ടിരിക്കുവാണ്, ക്ലോസ്ഡ് ആണ്. എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന വഴിയെല്ലാം നല്ലൊരു ഫീലുണ്ട്. നമുക്ക് ആൽമരവും അമ്പലവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വൈബുണ്ട്. ഈ അമ്പലമൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആക്കുന്ന സമയമെല്ലാം കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇങ്ങനത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് മുന്നിലേക്ക് നടന്ന് പോവാം. ഇവിടെ ആയിട്ടൊരു അമ്പലത്തിന് മുന്നിലായിട്ട് പാമ്പിൻ്റെ പൊറ്റെല്ലാം കാണാം. കണ്ടില്ലേ? അങ്ങനെ ഞാൻ കുറച്ചും കൂടെ മുന്നിലേക്ക് നടന്നു വന്നപ്പോഴത്തെ ഇവിടെയായിട്ട് ആടുമാടുകളെല്ലാം മെയ്യുന്നൊരു സ്ഥലം. ഇവിടെ താഴെയായിട്ട് കന്നുകാലികൾ, ദൂരെയായിട്ടും ആടുകളെല്ലാം നിൽപ്പുണ്ട്. അവരൊക്കെ അവിടെ നിന്ന് എന്തൊക്കെയോ കഴിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഇവിടെയായിട്ടൊരു വലിയൊരു കുളം കാണാം. ഇത് അമ്പലമായിട്ട് ബന്ധപ്പെട്ട കുളമാണോ എന്നറിയില്ല. കാര്യം അമ്പലത്തിൻ്റെതായിട്ടുള്ള ഒരു വർക്കുകളും ഈ ഒരു കുളത്തിന് ചുറ്റുപാടും കാണാനില്ല. സാധാരണ അമ്പലക്കുളം എന്ന് പറയുമ്പോൾ ചുറ്റും ഒരു സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം കാണുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണുന്നില്ല. എന്തായാലും നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് വലതുവശത്തായിട്ട് മുകളിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അമ്പലം. കുറച്ച് ദൂരം കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ അമ്പലം എത്തും. അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ചും കൂടെ മുന്നിലേക്ക് നടന്നു വന്നപ്പോൾ വീണ്ടും ഒരു അമ്പലം കാണാം. കണ്ടില്ലേ, നമ്മൾ വരുന്ന വഴിക്ക് തന്നെ എത്ര അമ്പലം കണ്ടു. ഇതൊരു അമ്പലമാണ്, 5 or 6 അമ്പലം കണ്ടു. എന്തായാലും ഇവിടെ നല്ല തണലുണ്ട്. ഈ ഒരു അമ്പലത്തിൻ്റെ പരിസരത്തെ നല്ലൊരു ശാന്തമായ അന്തരീക്ഷം. ഒരു വലിയൊരു റോഡിനടുത്ത് എത്തിയിരിക്കുവാണ്. ഇവിടെയും കാണാം ഒരു അമ്പലം. ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു സ്തൂപം കണ്ടില്ലേ, ഇത് ബാംഗ്ലൂരെ ഒരുവിധപ്പെട്ട അമ്പലങ്ങളിലെല്ലാം കാണാറുണ്ട്. നമ്മുടെ നാട്ടിലെ എല്ലാ അമ്പലങ്ങളുടെ ഫ്രണ്ടിൽ ഗോൾഡ് കളറിലെ ഒരു കൊടിമരമായിരിക്കുമല്ലോ. ഇത് പക്ഷേ ഗോൾഡ് കളറല്ല, പാറക്കല്ല് വെച്ച് ചെയ്തിരിക്കുന്ന ഒരു സ്തൂപമാണ്. എന്തായാലും കൊള്ളാം. അവിടെ ആയിട്ട് ആലിൻ്റെ ചുവട്ടിലായിട്ടും
ഓരോരോ പ്രതിഷ്ഠകളെല്ലാം വെച്ചിട്ടുണ്ട്. യെസ്, നമ്മളങ്ങനെ ഈ ഒരു വലിയ റോഡിലെത്തിയപ്പോൾ ആ ഒരു അമ്പലത്തിൻ്റെ ശരിക്കും ഒരു വ്യൂ കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, ആ കാണുന്നതാണ് അമ്പലത്തിൻ്റെ മെയിൻ ഗോപുരം. എന്തായാലും നമുക്ക് മുന്നിലേക്ക് തന്നെ നടന്നു പോവാം. ഇതാ വീണ്ടും ഒരു അമ്പലം കാണാം, കണ്ടില്ലേ. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരുപാട് അമ്പലങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് വന്നപ്പോൾ ഇവിടെയായിട്ട് വലിയൊരു വേര് താഴേക്ക് തൂങ്ങി ഇറങ്ങുന്ന ആളുണ്ടല്ലോ, അങ്ങനത്തെ ആല് ഇവിടെ നിൽപ്പുണ്ട്. ഈ സ്റ്റെപ്പ് നടന്ന് മുകളിലേക്ക് കയറുന്നതാണ് അമ്പലത്തിലേക്ക് പോകുന്ന വഴി. എന്തായാലും ഇവിടെ നല്ല തണലും തണുപ്പും അന്തരീക്ഷവും കൊള്ളാം. കുറച്ചു നേരം ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ബെഞ്ചൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ആ ബെഞ്ചിൻ്റെ ആവശ്യമില്ല, ഈ സ്റ്റെപ്പിലും ഇരിക്കാം, എന്നാലും അവിടെ ബെഞ്ച് ഇട്ടിട്ടുണ്ട്. ബെഞ്ചും കംപ്ലീറ്റ് പാറക്കല്ലാണ്, പാറയുടെ നീളത്തിലുള്ള സ്ലാബ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇരുവശങ്ങളിലായിട്ടും ഉണ്ട്, ഈ ഭാഗത്തുമുണ്ട്, ഇതിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് അപ്പുറത്തായിട്ടും ഉണ്ട്. ഇവിടെ ആയിട്ട് കുറച്ചധികം കന്നുകാലികൾ നിൽപ്പുണ്ട്, പുല്ലൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കയറുന്നതിന് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു സ്കൂളാണ്. കൊച്ചു പിള്ളേരുടെ കലപില സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്കേ മുകളിലേക്ക് പോവാം. അങ്ങനെ എന്തായാലും ഞാൻ മുകളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഓട്ടോ വരുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നു 100 രൂപയ്ക്ക്. 100 രൂപയ്ക്ക് ഇത് ഇവിടം വരെയാണ് വരുന്നത്. 200 രൂപയ്ക്ക് മുകളിലോട്ട് പോകുന്നതാണ് പറഞ്ഞത്. എന്തായാലും മുകളിലോട്ട് പോകുന്ന കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, നമുക്ക് മുകളിലോട്ട് പോയി നോക്കുമ്പോഴേ അറിയുള്ളൂ. എന്തായാലും നമുക്ക് മുകളിലോട്ട് പോവാം. എന്തായാലും മുകളിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ ആരോ ചെരുപ്പ് ഊരിയിട്ടിട്ടുണ്ട്, ഇതാ കണ്ടില്ലേ. അതേപോലെ ഞാനും ഇവിടെ ചെരുപ്പ് ഊരിയിട്ടിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ആർച്ച് വെച്ചിട്ടുണ്ട്, അതിനകത്തും വിഗ്രഹങ്ങളെല്ലാം കൊത്തി വെച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ ശില്പങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് മുകളിലേക്ക് നടന്നു പോവാം. ഒരുപാട് ഹൈറ്റിലുള്ളൊരു മലയൊന്നും അല്ല, നടന്ന് കയറാൻ പറ്റുന്നതേ ഉള്ളൂ. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരുന്നതായിരിക്കും നല്ലത്. നടന്ന് മുകളിലേക്ക് കയറുമ്പോഴും ഇവിടെയായിട്ടും ഓരോ ആർച്ചെല്ലാം കാണാം. ആടെല്ലാം നിന്ന് മെയ്യുന്നുണ്ടായിരുന്നു. കയറി പോകുമ്പോൾ 2 വഴികളുണ്ട്. ഇവിടെ ഒരു വഴിയുണ്ട്, ഈ ഒരു വഴിയുണ്ട്. ആ വഴി കൂടാതെ ഇവിടെ വേറെ വീണ്ടും ഒരു വഴി കാണുന്നുണ്ട്, കണ്ടില്ലേ. ഇവിടെ ഒരു സ്റ്റെപ്പൊക്കെ കാണുന്നുണ്ട്. എല്ലായിടത്തും പെയിൻ്റൊക്കെ അടിച്ചു വെച്ചിരിക്കുവാണ്, പാറയിലും. ഇതാണ് ഞാൻ പറഞ്ഞ ആർച്ച്. ആർച്ചിൽ ശിവന്റെ രൂപമെല്ലാം വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ ഒരു ആർച്ചിന് അടുത്ത് നിന്നിട്ട് ബാക്കിലേക്ക് നോക്കുമ്പോഴും ആ ഒരു ടൗണിൻ്റെ വ്യൂ എല്ലാം ഏകദേശം കാണാൻ സാധിക്കുന്നുണ്ട്. താഴെയായിട്ട് ഒരുപാട് വീടുകൾ, വീട്ടിലെല്ലാം വാട്ടർ ടാങ്ക് എല്ലാം വെച്ചിരിക്കുന്ന കണ്ടില്ലേ. എല്ലായിടത്തും മഞ്ഞ കളർ വാട്ടർ ടാങ്കാണ്. നമ്മൾ ബാംഗ്ലൂർ മെട്രോയിൽ പോകുമ്പോഴും കാണാം എല്ലായിടത്തും ഇതേപോലെ മഞ്ഞ കളർ വാട്ടർ ടാങ്ക്. അങ്ങനെ നമ്മൾ നടന്ന് പകുതി എത്തിയപ്പോൾ വേറൊരു റോഡിലെത്തിയിരിക്കുവാണ്. അതുവഴി വണ്ടിയൊക്കെ പോകുന്നത് കണ്ടായിരുന്നു. ഇവിടെല്ലാമായിട്ട് ഈ കാണുന്നത് ഒരു തരം നേർച്ചയാണ്, കല്ലുകൾ അടുക്കിയിട്ട്, കണ്ടില്ലേ. ഇവിടെ എല്ലാം കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. പോകുന്ന വഴിയിലെല്ലാം ഇതേപോലെ കല്ലുകൾ കാണാം. ഒരുപാട് ആൾക്കാർ വന്ന് അടുക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നടന്ന് വരുമ്പോൾ ഒരു റോഡ് എത്തുമെന്ന്. അങ്ങനെ നമ്മൾ ഒരു റോഡ് എത്തിയിരിക്കുവാണ്. എവിടേക്കായിട്ട് ബൈക്കൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടല്ലേ. എന്തായാലും നമുക്ക് ഈ വഴിയിലൂടെ ഇനിയും കുറച്ച് മുകളിലേക്ക് നടന്ന് കയറാനുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു റോഡ് കണ്ടതിൻ്റെ പരിസരത്ത് നിന്ന് നോക്കുമ്പോൾ താഴേക്ക് നല്ല വ്യൂ ആണ്. ഇവിടെയൊക്കെയായിട്ട് ചെറിയ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്, അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. താഴെയായിട്ടൊരു കുളം കാണാം, കണ്ടില്ലേ. അവിടെയായിട്ട് ഒരു അമ്പലക്കുളം കാണാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, നേരത്തെ കണ്ട കുളത്തിന് ആ ഒരു അമ്പലക്കുളത്തിൻ്റെതായ ഒരു മാതൃക ഇല്ലെന്ന്. പക്ഷേ ഈ കുളം കണ്ടില്ലേ, 4 ചുറ്റും സ്റ്റെപ്പും നടുക്കൊരു ഗോപുരമൊക്കെ ആയിട്ട്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും ഞാൻ വീണ്ടും പറയുവാണ്, ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല. ഒരുപാട് ദൂരെയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ നടന്നു വന്ന വഴികളൊക്കെയാണ് അതിനിടയിലൂടെ എല്ലാം. വീടുകളും കടകളും ബിൽഡിങ്ങുകളും എല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ കാണുന്നതാണ് നമ്മൾ നേരത്തെ കണ്ട വരുന്ന വഴിക്ക് കണ്ട കുളം. അങ്ങനെ നമ്മൾ ആ കണ്ട ചെറിയ റോഡിൽ നിന്നും വീണ്ടും സ്റ്റെപ്പുകൾ നടന്ന് മുകളിലേക്ക് കയറുവാണ്. ബൊഗൈൻവില്ലയുടെ ചെറിയ ചെടികളെല്ലാം വെച്ചിട്ടുണ്ട്. വളർന്നു വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോഴും പൂത്തൊക്കെ നിൽപ്പുണ്ട്, പക്ഷേ കുറച്ചും കൂടെ വളരാനുണ്ട്. കുറച്ചും കൂടെ വളരുമ്പോൾ നല്ല ഭംഗിയാവും. അങ്ങനെ ഈ അമ്പലത്തിൻ്റെ പേര് അരുൾമികു ചന്ദ്രചൂഡേശ്വർ ടെമ്പിൾ, അങ്ങനെയാണ് പേര്. അങ്ങനെ ഞാൻ ഈ അമ്പലത്തിൻ്റെ ഡീറ്റെയിൽസ് ഗൂഗിളിൽ തപ്പിയപ്പോൾ 13-ാം നൂറ്റാണ്ടിലെ ലിപിയൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. നമ്മളിങ്ങനെ നടന്ന് മുകളിലേക്ക് കയറുന്ന വഴിക്ക് ഇവിടെ എല്ലാമായിട്ട് ഓരോ അക്ഷരങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട്, തമിഴാണ്. ഓരോരോ സ്റ്റെപ്പുകളിലും ഉണ്ട്. ഞാനിപ്പോൾ മുകളിൽ വന്നപ്പോഴത് ശ്രദ്ധിച്ചത്. നമ്മൾ കയറി വരുന്ന വഴിക്ക് ഉണ്ടോയെന്ന് അറിയില്ല. ഞാനിങ്ങനെ നടന്ന് മുകളിലെത്തിയപ്പോഴാണ് ഇത് കണ്ടത്, ശ്രദ്ധയിൽപ്പെട്ടത്. ഇവിടെയായിട്ട് വലിയൊരു വിളക്കെല്ലാം കാണാം, കണ്ടില്ലേ. ഇവിടെയും ഒരു പ്രതിഷ്ഠയെല്ലാം കാണുന്നുണ്ട്. ആ ഒരു പ്രതിഷ്ഠയുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഹൊസൂർ വലിയ നഗരം, അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്.
യെസ്, അങ്ങനെ നമ്മൾ നടന്ന് ആ ഒരു ഗോപുരത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുവാണ്. ശിവ എന്ന് ഇവിടെ ഫോണ്ടിങ് എല്ലാം കാണിച്ചിട്ടുണ്ട്. ഈയിടെയായിട്ട് പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞാണെന്ന് തോന്നുന്നു കേട്ടോ. കാര്യം ഒരു പുതുമ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ആ ഒരു ഗോപുരം കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് മുകളിൽ എത്തിയപ്പോഴാ ഇവിടെ ആയിട്ട് കാരപ്പുരി എല്ലാം വെച്ചിട്ടുണ്ട്. കാരപ്പുരിയും പിന്നെ ബിസ്ക്കറ്റും കപ്പലണ്ടിയും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. കപ്പലണ്ടിയും മിച്ചർ അങ്ങനെ എല്ലാം ഉണ്ട്. മുകളിൽ വന്നപ്പോൾ കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ചായയും പിന്നെ വെള്ളവും എല്ലാം കിട്ടുന്ന കടയെല്ലാം മുകളിലുണ്ട്. ഇതാ കണ്ടില്ലേ, തണ്ണിമത്തനെല്ലാം പീസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ ആയിട്ട് അമ്പലത്തിലേക്ക് നേർച്ച കൊടുക്കുന്ന പഴവും തേങ്ങയെല്ലാം കാണാം. നമ്മൾ നേരത്തെ താഴെ കണ്ടില്ലായിരുന്നോ ഒരു ടൈപ്പ് വട്ടി? അത് വാങ്ങിയിട്ട് വന്നാൽ ഇതെല്ലാം കൊണ്ടുപോകുമ്പോൾ ഒരു ലുക്കായിരിക്കും. ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനേ നല്ലതായിരിക്കും. ഈ ഒരു പ്ലാസ്റ്റിക് ഇതിനേക്കാൾ നല്ലത് മറ്റേതായിരിക്കും. അങ്ങനെ ഇവിടെ ആയിട്ടൊരു വലിയ രഥം വെച്ചിട്ടുണ്ട്. ഗ്ലാസ് ഇട്ട് മൂടി വെച്ചിരിക്കുവാണ്. നല്ലതുപോലെ അത് വീഡിയോയിലൂടെ കിട്ടാൻ സാധ്യതയില്ല. എന്തായാലും ഒരുപാട് വർഷം പഴക്കമുള്ളൊരു രഥമാണ്. കന്നഡ ഭാഷയിൽ എഴുതിയിരിക്കുന്നുണ്ട്. ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ നമുക്ക് നോക്കാം എന്താണെന്ന്. അങ്ങനെ ഓരോ തവണയും ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ നോക്കുമ്പോൾ ഓരോരോ കാര്യങ്ങളാണ് കാണുന്നത്, ഓരോരോ എഴുത്തുകളാണ് കാണുന്നത്. എന്താണ് ശരിക്കും എഴുതിയിരിക്കുന്നതെന്ന് ഒരു പിടുത്തവുമില്ല. എന്തായാലും കന്നഡയൊക്കെ എഴുതിയിട്ടുണ്ട്. ആടുകളെല്ലാം മേഞ്ഞ് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു മെയിൻ ഗോപുരത്തിനടുത്ത് എത്തിയിരിക്കുവാണ്. ഈ അമ്പലത്തിലേക്കുള്ള പ്രവേശന സമയം രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 4:30 മുതൽ രാത്രി 8 മണി വരെയാണ്. പുതുതായിട്ട് ചെയ്ത ഗോപുരമാണെന്ന് തോന്നുന്നു കേട്ടോ. കാര്യം പുതിയ കല്ലുകളും എല്ലാം കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുമല്ലോ. അതേപോലെയാണ് തോന്നുന്നത്. പുതിയ വാതിലും ഇതെവിടെയൊക്കെ ആയിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുവാണ്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ നല്ല സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. വലിയ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ശാന്തിയും സമാധാനവും ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. തങ്കത്തേർ ഉത്സവം ഒരു ദിവസം ആഘോഷിക്കാൻ 1500 രൂപ. അങ്ങനെയാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു വലിയ ഗോപുരത്തിനകത്തേക്ക് വരുമ്പോൾ വീണ്ടും ഒരു ഗോപുരം കാണാം. കണ്ടില്ലേ, നമ്മൾ ആദ്യം കണ്ട അത്രയും വലിയ ഗോപുരമല്ല, കുറച്ച് ചെറിയ ഗോപുരമാണ്. ഇവിടെ പുറത്തായിട്ട് ഒരു നന്ദിയും വെച്ചിട്ടുണ്ട്. തിരക്ക് വളരെ കുറഞ്ഞ സമയമാണ് കേട്ടോ ഇപ്പോഴും. കാര്യം വലുതായിട്ട് ആരെയും കാണുന്നില്ല. കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഫോട്ടോഷൂട്ട് ചെയ്യാൻ വന്നവരും പിന്നെ ഈ അമ്പലത്തിന് പുറത്തായിട്ട് ആ ഒരു സ്റ്റെപ്പ് കയറി വരുമ്പോൾ കുറച്ചധികം സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അടുത്ത് കോളേജോ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നല്ല തിരക്കുള്ള ദിവസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യം അതുകൊണ്ടാണ് വെയിറ്റ് ടു ദർശൻ എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ കാണിച്ചിട്ടുണ്ട്. നടന്നു പോകാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വഴികളെല്ലാം തിരിച്ചിട്ടുണ്ട്. അപ്പോഴും നല്ല തിരക്കുള്ള സമയങ്ങളും ഉണ്ട്. അങ്ങനെ ഞാൻ അമ്പലത്തിനകത്തെല്ലാം കയറിയിട്ട് പുറത്തോട്ട് വന്നിരിക്കുകയാണ്. ഞാൻ തണ്ണിമത്തം വാങ്ങിയിട്ടുണ്ട്. 20 രൂപ. കൊള്ളാം, ലാഭമാണ്. കുറച്ചധികം പീസുകളുണ്ട്. ഇതാ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഓട്ടോ മുകളിൽ വരെ വരുമെന്ന്. ഇവിടെ വരെ വരുന്നതിന് 200 രൂപയാണ്. ഇതാ വേറൊരു ഓട്ടോ വന്നു. ഇവിടെ മുകളിലായിട്ട് ചെരുപ്പ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ചപ്പൽ സ്റ്റാൻഡും ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഞാൻ താഴെ ഇട്ടിട്ട് വന്നത് വെറുതെ ആയിപ്പോയി. ഫ്രീ ആണ്, പൈസ ഒന്നും കൊടുക്കണ്ട. എന്നാലും നമ്മൾ ചപ്പൽ വെച്ചിട്ട് തിരിച്ചു വരുമ്പോൾ എന്തായാലും ചില്ലറ കൊടുക്കുക. അങ്ങനെ മുകളിലായിട്ട് 2 വീലർ പാർക്കിങ്ങും 4 വീലർ പാർക്കിങ്ങും എല്ലാം ഉണ്ട്. കാറിനാണെന്നുണ്ടെങ്കിൽ 10 രൂപയും ബൈക്കിന് 5 രൂപയാണ്. ഇതിവിടെ ആയിട്ട് ബൈക്കെല്ലാം വെക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ ആയിട്ട് ടോയ്ലറ്റ് സംവിധാനം എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് വരുമ്പോൾ താഴെയായിട്ട് നല്ലൊരു വ്യൂ ആണ്. അങ്ങോട്ടേക്കെല്ലാം പാറപ്പുറം എല്ലാം കാണുന്നുണ്ട്. ദൂരെയായിട്ട് നോക്കേ, അവിടെ നല്ലൊരു സ്ഥലം കാണുന്നുണ്ട്. അത് നമുക്ക് പിന്നൊരു ദിവസം പോവാം, പെൻഡിങ് ഇട്ടിരിക്കാം. അടുത്ത തവണ വരുമ്പോഴും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഒരു ഹംപി ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് പാറക്കൂട്ടങ്ങളൊക്കെ ആയിട്ട് മുകളിലായിട്ടൊരു അമ്പലമൊക്കെ ഉണ്ട്. അടുത്ത തവണ നമുക്ക് അവിടെ പോവാം. എല്ലാം കൂടി ഇന്ന് കണ്ടു തീർക്കണ്ട, പെൻഡിങ് ഇട്ടേക്കാം. ഇനിയും വരണമല്ലോ ഇങ്ങോട്ടേക്ക്, അതുകൊണ്ട് നമുക്കത് പെൻഡിങ് ഇട്ടേക്കാം. ഇതിവിടെ താഴെയായിട്ട് ഹൈവേ എല്ലാം കാണുന്നുണ്ട്. അവിടെ ആയിട്ട് വലിയൊരു ജംഗ്ഷനാണ്. വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നുണ്ട്. ഇവിടെ അമ്പലത്തിനോട് ചേർന്ന് ഒരു കുളമെല്ലാം കാണാം, കണ്ടില്ലേ? ഒരു നാച്ചുറൽ കുളം. പ്രത്യേകിച്ച് അങ്ങനെ സ്റ്റെപ്പുകളോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ടില്ല. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരു പാമ്പ്, ചേരയാന്ന് തോന്നുന്നു. അയ്യോ. അങ്ങനെ ഞാൻ നേരത്തെ സ്റ്റെപ്പ് കയറിയാണ് മുകളിലേക്ക് നടന്നു വന്നത്. അപ്പോൾ ഞാൻ തിരികെ ഇറങ്ങിയപ്പോൾ വിചാരിച്ചു റോഡ് പോകുന്നത് ഈ വഴിയാണ്. അപ്പോൾ ഈ റോഡ് പോകുന്ന വഴി നടന്നു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ടതാണ്. ഈ മലയുടെ മുകളിൽ കുറച്ചധികം വേറെ അമ്പലങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വരുന്ന വഴിക്ക് കണ്ടൊരു അമ്പലമാണ് ഈ അമ്പലം. എന്തായാലും ഇതും കാണാൻ നല്ലൊരു ഫീലുണ്ട്. എവിടെയായിട്ട് അതിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വലിയ നീളമുള്ളൊരു പേരാണല്ലോ. ശ്രീ കാളികാമ്പൽ സമേത കാമദേശ്വര സ്വാമി ടെമ്പിൾ. അങ്ങനെ നീളമുള്ളൊരു പേരാണ്. ഇതെവിടെയും വ്യത്യസ്തമായിട്ടുള്ള പ്രതിഷ്ഠകളെല്ലാം കാണാം. ഹോമമൊക്കെ നടക്കുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ, അതെല്ലാം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്.
കണ്ടില്ലേ, നമ്മൾ സിനിമകളിലെല്ലാം കണ്ടിട്ടുണ്ടല്ലോ. അപ്പോഴതെല്ലാം ഇവിടെ നിന്ന് കാണാം. അങ്ങനെ ഞാൻ ഈ ഒരു അമ്പലത്തിന് പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ ആയിട്ട് വേറെയും കാവും അങ്ങനത്തെ അമ്പലവും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെയൊക്കെ കംപ്ലീറ്റ് കപ്പിൾസ് ആണ് കേട്ടോ. കോളേജ് സ്റ്റുഡൻസും എല്ലാവരും ഉണ്ട്. ആ മരത്തിന്റെ ഇടയിലെല്ലാം സ്റ്റുഡൻസ് ഒക്കെ വന്നിരിപ്പുണ്ട്. ഇന്നത്തെ ദിവസം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് സ്കൂളും കോളേജൊക്കെ ഉള്ള ദിവസമല്ലേ, അതുകൊണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട്. എന്തായാലും നമ്മളിങ്ങനെ തിരികെ ഇറങ്ങി വരുന്ന വഴിയും കാണാനൊക്കെ നല്ലൊരു ഫീലുണ്ട്. ഇത് അവിടെയൊക്കെ ആയിട്ട് പാറപ്പുറമാണ്, അതിന് മുകളിലായിട്ടും വീടൊക്കെ കാണാം. കണ്ടില്ലേ, ചെറിയ ചെറിയ വീടുകളെല്ലാം മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മലയിറങ്ങി പടി ഇറങ്ങി താഴെ വന്നു. ഈ ഒരു ഭാഗത്തായിട്ടും അമ്പലത്തിന്റെ പല പല ഭാഗങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെവിടെയായിട്ട് തേരൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ തേരൊന്നും മൂടിയൊന്നും വെച്ചിട്ടില്ല, ഓപ്പൺ ആയിട്ടിരിക്കുവാണ്. എന്തായാലും ഇത് കാണാൻ കൊള്ളാം. എന്തായാലും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുന്നത് കാര്യമായി, നല്ലതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് അവിടെയായിട്ട് അപ്പുറത്തായിട്ട് വലിയൊരു തേരിരിപ്പുണ്ട്, അങ്ങോട്ടേക്ക് ഒന്ന് നടന്നു നോക്കിയിട്ട് വരാം. ഇതെവിടത്തേക്ക് ഒരു ബിൽഡിങ്ങുകൾ നോക്കേ, ഒരു പ്രത്യേകതയില്ലേ. ഇതിവിടെ ഈ കാണുന്നതെല്ലാം അമ്പലമായിട്ട് ബന്ധപ്പെട്ട ബിൽഡിങ്ങുകളായിരിക്കാം. എന്തായാലും ഈ ഒരു സ്ഥലം കാണാൻ ഒരു പ്രത്യേക ഫീലുണ്ട്. ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ആയിട്ട് വലിയൊരു തേരുണ്ടെന്ന്. ഫുൾ ബ്ലാക്ക് കളറിലാണ് കാണുന്നത്. അതിനകത്തായിട്ട് പലതരം കൊത്തുപണികളും എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു വലിയൊരു തേര് കാണാൻ. ചെറിയ ചെറിയ മണികളെല്ലാം അതിൽ തൂക്കിയിട്ടിട്ടുണ്ട്. തേര് ഉരുട്ടിക്കൊണ്ട് പോകുമ്പോൾ കിലുകിലാ സൗണ്ട് ആയിരിക്കും അല്ലേ. എന്തായാലും കാണാൻ നല്ലൊരു ഫീലുണ്ട് ഈ ഒരു തേര്. ഇവിടെ ഈ തേരിനോട് ചേർന്ന് മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് കാണാം, കണ്ടില്ലേ. ഈ സ്റ്റെപ്പ് മുകളിലോട്ട് പോകുമ്പോഴും അവിടെ ശിവ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി കയറുമ്പോഴും വേറൊരു അമ്പലം ഉണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞാൻ മലമുകളിലെല്ലാം കയറിയിട്ട് തിരികെ താഴെ വന്നിരിക്കുവാണ്. താഴെതാ ഈ ഒരു ബെഞ്ച് ഇട്ടിരിക്കുന്നതിനടുത്ത് വന്നിരിക്കുവാണ്. അങ്ങനെ ഇനിയിപ്പോഴും ഞാൻ തിരികെ പോവുകയാണ്. അങ്ങനെ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ, എപ്പോഴെങ്കിലും നിങ്ങൾ ഹൊസൂർ വരുവാണെന്നുണ്ടെങ്കിൽ, ഹൊസൂർ എന്ന് വെച്ചാൽ ഹൊസൂർ റൂട്ട് വഴി ബാംഗ്ലൂർ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ വന്ന സ്ഥലം അരുൾമികു ചന്ദ്രചൂടേശ്വർ അമ്പലം ഇത് വന്ന് വിസിറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ശിവനുമായിട്ട് ബന്ധപ്പെട്ട ചില ദിവസങ്ങൾ കാണും, അന്ന് ഭയങ്കര തിരക്കായിരിക്കും. അന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷം ആയിരിക്കില്ല, ഭയങ്കര തിരക്കായിരിക്കും. അല്ലാത്ത ഇതേപോലത്തെ ഇട ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ സ്വസ്ഥമായി സമാധാനമായിട്ട് ഇതേപോലെയൊക്കെ വന്ന് വിശ്രമിച്ചിട്ട് പോവാം. പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി മാത്രമായിട്ട് വരുവാണെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് ട്രെയിനുകൾ സേലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുണ്ട്, തമിഴ്നാട്ടിലെ സേലം. അപ്പോൾ സേലത്ത് വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ട്രെയിനുകൾ ഹൊസൂരേക്കുണ്ട്. ട്രെയിനുകളും ബസ്സുകളും എല്ലാം ഹൊസൂരേക്കുണ്ട്. സേലം ടു ഹൊസൂർ 150 കിലോമീറ്റർ അത്രയും കണ്ടേ ഉള്ളൂ. കറക്റ്റായിട്ടുള്ള ദൂരം ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ പറഞ്ഞു വന്നത്, ഇങ്ങോട്ടേക്കുള്ള യാത്രാമാർഗ്ഗം അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ ഒരു ഹൊസൂർ ബാംഗ്ലൂർ റൂട്ടിലേക്ക് പോകുമ്പോൾ, ഈ റൂട്ടാണ് പോകുന്നതെങ്കിൽ, ബാംഗ്ലൂർ പോകാൻ വേറെ റൂട്ടുണ്ട്, പക്ഷേ ഈ റൂട്ടാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം വിസിറ്റ് ചെയ്യുക. ഒരുപാട് മല നടന്ന് മുകളിലേക്കൊന്നും കയറണ്ട. നടന്ന് കയറേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കയറാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോയും കാറും എല്ലാം മുകളിൽ ചെല്ലും. അപ്പോഴങ്ങനത്തെ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോഴെന്തായാലും ഞാനിവിടെ മലയെല്ലാം കയറി നടന്ന് തിരികെ വന്ന് ഇവിടുത്തെ ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുവാണ്. നല്ല തണലുണ്ട്, നല്ല തണുത്ത കാറ്റുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോഴെൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ, ഇവിടെ നിന്നും ഹൊസൂരേക്ക് പോവുക, റൂമിലേക്ക് പോവുക, റൂമിൽ നിന്നും ബാഗ് എടുക്കുക, ഹൊസൂർ ബസ് സ്റ്റാൻഡിൽ ചെല്ലുക, ബസ് സ്റ്റാൻഡിൽ നിന്നും സേലത്തിന് പോവുക, സേലത്ത് നിന്ന് നാട്ടിലേക്ക് പോവുക. സേലത്ത് നിന്ന് നാട്ടിലേക്കുള്ള ടിക്കറ്റാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. സേലത്ത് നിന്ന് രാത്രി 9:25 തോന്നുന്നു ട്രെയിനിൻ്റെ സമയം. ഞാൻ കറക്റ്റായിട്ടുള്ള സമയം നോക്കിയിട്ട് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. അത് മൈസൂരിൽ നിന്ന് ഓടി വരുന്ന വണ്ടിയാണ്. മൈസൂരിൽ നിന്ന് ഓടി വരുന്ന 16315 എന്ന ട്രെയിൻ നമ്പറുള്ള ട്രെയിനാണ്. അപ്പോൾ ആ ട്രെയിനാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. സ്ലീപ്പർ കിട്ടിയില്ല, തത്കാലം കിട്ടിയുള്ളൂ. 400 സംതിങ് രൂപയായിരുന്നു ചാർജ്. അപ്പോഴെന്തായാലും ആ ട്രെയിനാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. രാത്രി 9:30 എടുക്കുന്ന വണ്ടി പിറ്റേ ദിവസം രാവിലെ 7-7:30 ആകുമ്പോൾ കൊല്ലം എത്തും. അപ്പോഴങ്ങനെയാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ ആ ട്രെയിൻ പിടിക്കണം. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അപ്പോഴെന്തായാലും ഇവിടുന്ന് സേലത്തോട്ട് പോകുന്ന യാത്രയൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. അങ്ങനെ തിരികെ ഞാൻ റോഡിലേക്ക് പോകുന്ന വഴിക്കിതാ അമ്പലക്കുളവും കണ്ടു. ഇത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയല്ല തിരികെ പോയത്, അതുകൊണ്ടാണ് ഇത് കാണാൻ പറ്റിയത്. എന്തായാലും കൊള്ളാം, ഈ ഒരു സ്ഥലമേ നല്ല ഭംഗിയുണ്ട്, ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇതാ ആ ഒരു ഭാഗത്തായിട്ട് വേറൊരു അമ്പലമെല്ലാം കാണാം, കണ്ടില്ലേ. അങ്ങോട്ടേക്കെല്ലാം ഒരാൾ അവിടെ നിന്ന് തൊഴുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ വീണ്ടും നിർത്തുവാണ്.